ധ്യാൻ ശ്രീനിവാസനും മുകേഷും അജു വർഗീസും നീരജും എല്ലാവരും കൂടി ചേർന്ന് വന്ന നല്ല അടിപൊളി കോമഡി ചിത്രമായിരുന്നു അടികപ്പേര് കൂട്ടമണി. ഒരു കോളേജ് ബേസ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റൽ ലൈഫിനെ കഥ പറയുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു ഇത്. ഈ ഒരു ചിത്രത്തിൽ നായിക ഇല്ല എന്ന് വേണം തന്നെ പറയാം. കാരണം അതിന് അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നില്ല. എന്നിരുന്നാൽ കൂടിയും ഒരു നായിക എന്ന കഥാപാത്രത്തിലേക്ക് ഒരു ലീഡ് റോൾ ചെയ്യുന്ന ഒരു കഥാപാത്രമായിരുന്നു നമിത പ്രമോദ് ചെയ്ത വേഷം. അപ്പോൾ ഈ ഒരു അടികപ്പേര് കൂട്ടമണി എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട് എന്നുള്ള സൂചന ഒന്നാം ഭാഗത്തിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്ന മുകേഷിന്റെ വേഷം എന്ന് പറയുന്നത് ആ ഹോസ്റ്റലിനെ നിയന്ത്രിക്കുന്ന ഒരു അച്ഛൻ കഥാപാത്രമായിട്ടാണ്. ഈ ഒരു റോളിലേക്കാണ് നിവിൻ പോളി എന്ന കഥാപാത്രം വരുന്നുണ്ട് എന്നുള്ള സൂചന. രണ്ടാം ഭാഗത്തിൽ നിവിൻ പോളിയാണ് ആ ഒരു വേഷം ചെയ്യുന്നു എന്നുള്ള സൂചനയാണ് പലരും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അത് തീർത്തും ഒരു ട്രോള് മാത്രമാണ് എന്നാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നിവിൻ പോളിക്ക് ഒരു സക്സസ് ആയിട്ടുള്ള ഒരു വിജയം കിട്ടിയിട്ട് കുറേ നാളുകളായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2024 എന്ന വർഷത്തിൽ നിവിൻ പോളിക്ക് ശരിയായിട്ടുള്ളൊരു സക്സസ് കിട്ടിയിട്ടില്ല. നമുക്കറിയാം, തുടർച്ചയായ പരാജയ ചിത്രങ്ങൾ തന്നെയായിരുന്നു നിവിൻ പോളിന്റെ അടുത്തതായി വന്നത് മുഴുവനും. 2024 ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ വിനീത് ശ്രീനിവാസൻ കൊടുത്ത ചെറിയൊരു ഗസ്റ്റ് അപ്പിയറൻസ് റോളിൽ മാത്രമാണ് അദ്ദേഹം ഒരു സക്സസ് ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെയുള്ള തുടർ പരാജയ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം നിവിൻ പോളിയെ കരിവാരിത്തേക്കാനും നിവിൻ പോളിയെ കളിയാക്കാനും വേണ്ടിയിട്ട് കുറേ ട്രോളന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ബേസിക്കലാണ് അടികപ്പേര് കൂട്ടമണി 2 എന്ന ചിത്രം വരികയാണെങ്കിൽ അതിൽ മുകേഷിനെ വെച്ചിരിക്കുന്ന വേഷം, അതായത് അച്ഛൻ കഥാപാത്രമായിട്ടുള്ള ആ ഒരു വേഷം ശരിക്കും യോജിക്കുന്നത് നിവിൻ പോളിക്കാണെന്ന് പറഞ്ഞ് പടച്ചുവിടാനുള്ള കാരണങ്ങൾ. 2024 എന്ന വർഷം എടുക്കുകയാണെങ്കിൽ മലയാളത്തിലെ എല്ലാ യൂത്ത് നടന്മാർക്കും ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു സക്സസ് ആയിട്ടുള്ള ഒരു സിനിമ എന്തായാലും ഉണ്ടായിരിക്കും. എന്നാൽ നിവിൻ പോളിന്റെ കാര്യം എടുക്കുമ്പോഴാണ് അങ്ങനത്തെ ഒന്നും ഇല്ലാത്തത്. അതിന്റെ പേരിലാണ് ഈ കളിയാക്കലെല്ലാം.